ഉമാസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് പ്ലം കേക്ക് ഉണ്ടാക്കാം. അതിന് 1 ഗ്ലാസ് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട്. കേക്കിൻ്റെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു കഷ്ണം പട്ട, ഒരു 3 ഏലക്കായ, 3 ഗ്രാമ്പൂ, ഓറഞ്ചിൻ്റെ തൊലി ചീകിയത് 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. 1/4 ഗ്ലാസ് എണ്ണ, 3/4 ഗ്ലാസ് പഞ്ചസാര, 1/2 ഗ്ലാസ് ഡ്രൈ ഫ്രൂട്ട്. വീട്ടിലുള്ള മുന്തിരി, അണ്ടിപ്പരിപ്പ്, ബദാം പരിപ്പ് അതൊക്കെ മതി. ഈ ഗ്ലാസ്സാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമ്മൾ ചായ കുടിക്കുന്ന ഗ്ലാസ്സിനെ വെച്ച് ഒത്തിരി വലിയ മീഡിയം ഗ്ലാസ്സാണ് അളവായിട്ട് ഉപയോഗിച്ചത്. മാവൊന്ന് ചലിച്ചെടുക്കണം. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ടതിന് ശേഷം നല്ലവണ്ണം ഒരു 2-3 പ്രാവശ്യം അരിച്ചെടുക്കണം. ഇനി നമുക്ക് 3/4 ഗ്ലാസ് പഞ്ചസാരയിൽ 1/2 ഗ്ലാസ് പഞ്ചസാര എടുത്തിട്ട് കാരമലൈസ് ചെയ്യാം. കേക്കിന് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ബാക്കി 1/4 ഗ്ലാസ് പഞ്ചസാര നമുക്ക് ഏലക്കായ, പട്ട എല്ലാം കൂടി ഇട്ട് പൊടിച്ചെടുത്ത് മാറ്റി വയ്ക്കാം. ഇതൊന്ന് ബ്രൗൺ കളറായി വരുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഗ്യാസ് സിം ചെയ്തതിന് ശേഷമാണ് ഇളക്കണമെങ്കിൽ. കളറായി വന്നതിന് ശേഷം അല്പം വെള്ളം ഒഴിച്ച് കൊടുത്ത് തുടരെ ഇളക്കണം. അത് സാവധാനം ഒഴിച്ച് കൊടുക്കണം, അല്ലെങ്കിൽ തെറിക്കാൻ സാധ്യതയുണ്ട്. ഈ പഞ്ചസാര സിറപ്പിലേക്ക് ഡ്രൈ ഫ്രൂട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയെടുക്കാം. ഒരുപാട് കട്ടിയാകരുത്. അത് തണുക്കാൻ വെക്കാം. മാവിലേക്ക് പഞ്ചസാര പൊടിച്ചത് 1/4 ഗ്ലാസ് പഞ്ചസാര പൊടിച്ച് വെച്ചതുണ്ടല്ലോ, അത് ചേർക്കാം. പിന്നെ ഈ ഡ്രൈ ഫ്രൂട്ട് നല്ലവണ്ണം തണുത്തതിന് ശേഷം ഈ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എടുത്തു വെച്ച 1/4 ഗ്ലാസ് പാലിൽ നിന്ന് കുറച്ച് ഒഴിച്ച് കൊടുത്താൽ മതി. എണ്ണ ഒഴിച്ച് കൊടുക്കണം. പാല് കുറേശ്ശെ ഒഴിച്ച് കൊടുത്താൽ മതി. ഒരുപാട് കട്ടിയും ആകരുത്, ഒരുപാട് ലൂസും ആകരുത്. നമുക്ക് ഒരു അലുമിനിയം പാത്രത്തിലാണ് ഞാനിവിടെ ബേക്ക് ചെയ്യാൻ വെച്ചിരിക്കുന്നത്. മൂട് കട്ടിയുള്ള പാത്രമാണ്. അതേപോലെ ഒരു സ്റ്റീൽ ഡബ്ബയാണ് കേക്ക് ടിന്നായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത്. എല്ലാവരുടെ വീട്ടിലും ടിന്നൊന്നും ഉണ്ടാവാറില്ലല്ലോ. ഈ പരുവം ആകണം. കട്ടിയും ആകാൻ പാടില്ല, ലൂസും ആകാൻ പാടില്ല. ഈ പാത്രത്തിലേക്ക് ഉപ്പ് പൊടി വിതറിയതിന് ശേഷം ഒരു പ്ലേറ്റ് വെച്ച് കൊടുക്കാം. അതിലേക്ക് ഈ കേക്ക് കൂട്ട് ഒഴിച്ച് കൊടുത്ത് ഒന്ന് ടാപ്പ് ചെയ്യുക. നമുക്ക് പാത്രം ചൂടായി വന്നിട്ടുണ്ട്. ഗ്യാസ് സിം ചെയ്യുക. 10 മിനിറ്റ് മീഡിയം, ബാക്കി പിന്നെ സിം ഗ്യാസിൽ മതി. ഇത് നമുക്ക് അടച്ച് വെച്ച് 3/4 മണിക്കൂർ 45 മിനിറ്റ് ബേക്ക് ചെയ്യണം. ഗ്യാസ് സിം ആക്കണം, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു അല്പം മീഡിയമേ ആക്കാവൂ. 45 മിനിറ്റ് അതിന് ശേഷം നമുക്കൊരു കേക്ക് റെഡിയായോ നോക്കാം. ഒരു ഈർക്കൽ കൊണ്ടോ ഒന്ന് കുത്തി നോക്കണം. അത് ഞാനിവിടെ വീഡിയോയിൽ വിട്ടുപോയി. തണുത്തതിന് ശേഷം വേണം ഈ പാത്രത്തിൽ നിന്ന് എടുക്കാൻ. കേക്ക് റെഡി ആയിട്ടുണ്ട്. ഒരു ഫുഡ് കളറോ ഒരു എസൻസോ ഒന്നും ചേർക്കാതെയാണ് നമ്മളിത് ഉണ്ടാക്കിയത്. നല്ല ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. ഗോതമ്പ് മാവാണ് ഞാൻ ഉപയോഗിച്ചത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദ ഉപയോഗിക്കാം. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങളുടെ കമൻറ്റുകൾ പറയൂ.